ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് ഭരണഘടന നൽകിയിരിക്കുന്ന അധികാരങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഗുജറാത്തിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂൾ ഏറ്റെടുത്തിരിക്കുകയാണ് സംസ്ഥാനത്തെ ബിജെപി സർക്കാർ. അഹമ്മദാബാദിലെ മണിനഗറിലുള്ള സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ് സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത്. ന്യൂനപക്ഷ അവകാശങ്ങളെ ഹനിക്കുന്ന ഈ ഏറ്റെടുക്കൽ നടപടിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഏതാണ്ട് 4 മാസം മുൻപാണ് ഈ സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു വിദ്യാർത്ഥിയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഇതിന്റെ പേരിലുണ്ടായ തർക്കങ്ങളാണ് ഇപ്പോൾ സ്കൂൾ ഏറ്റെടുക്കുന്ന തലത്തിലേക്ക് എത്തിയത്. സർക്കാരിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും നിലപാട് അമിതാധികാര പ്രയോഗമാണെന്നാണ് മാനേജ്മെന്റ് പറയുന്നത്. ഈ ഒരു സംഭവത്തിന്റെ പേരിൽ മാത്രം സ്കൂളിന്റെ അധികാരം സർക്കാർ ഏറ്റെടുക്കുന്നത് അംഗീകരിക്കാനാകില്ല. ഇത് നിയമവിരുദ്ധവും അമിതാധികാര പ്രയോഗവുമാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും അവ ഭരിക്കാനും അവകാശമുണ്ട്. ഭരണഘടനാപരമായ ഈ അവകാശത്തിന്റെ ലംഘനമാണ് ഇപ്പോൾ നടക്കുന്നത്. സർക്കാർ തീരുമാനത്തിനെതിരെ ഗുജറാത്ത് ഹൈക്കോടതിയിൽ സ്കൂൾ മാനേജ്മെന്റ് ഹർജി സമർപ്പിച്ചു. സർക്കാർ നടപടി സ്റ്റേ ചെയ്യണമെന്നും സ്കൂളിന്റെ ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള അധികാരം തിരികെ നൽകണമെന്നുമാണ് മാനേജ്മെന്റ് കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഏത് അന്വേഷണത്തോടും തങ്ങൾ സഹകരിച്ചിട്ടുണ്ടെന്നും ഈ സഹകരണം ഇനിയും തുടരുമെന്നും സ്കൂൾ മാനേജ്മെന്റ് വ്യക്തമാക്കുന്നു. അതേസമയം ക്യാമ്പസിനകത്ത് ഒരു വിദ്യാർത്ഥി മറ്റൊരു വിദ്യാർത്ഥിയെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവം സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണെന്നാണ് സർക്കാർ നിലപാട്. ഇത്തരം സാഹചര്യങ്ങളിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ടെന്നും അതിനാലാണ് സ്കൂൾ ഏറ്റെടുക്കുന്നതെന്നും വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നു. കൂടാതെ സ്കൂളിൽ ഭരണപരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും സ്കൂളിന്റെ പ്രവർത്തനത്തിൽ സുതാര്യതയില്ലെന്നും സർക്കാർ കുറ്റപ്പെടുത്തുന്നു. സ്കൂളിൽ പല നിയമങ്ങളും പാലിക്കപ്പെടുന്നില്ലെന്നും വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നു. സ്കൂളിന്റെ ഭൂമി സംബന്ധിച്ചും സർക്കാർ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ഭൂമി കാർഷികേതര ഭൂമിയാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ സ്കൂൾ മാനേജ്മെന്റിന് സാധിച്ചിട്ടില്ലെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത്. സ്കൂൾ രേഖകളിൽ പരാമർശിച്ച 1.59 കോടി രൂപയുടെ ലാഭം ഏതിനത്തിൽ ഉണ്ടായതാണെന്ന് വ്യക്തമാക്കാൻ മാനേജ്മെന്റിന് സാധിച്ചിട്ടില്ല എന്നാണ് സ്കൂൾ ഏറ്റെടുക്കുന്നതിന്റെ കാരണമായി സർക്കാർ പറയുന്ന മറ്റൊരു കാരണം. എന്നാൽ പുസ്തക വിൽപ്പനയിലൂടെയാണ് ഈ ലാഭമുണ്ടായത് എന്നാണ് സ്കൂൾ അധികൃതരുടെ വാദം. മാത്രവുമല്ല, സ്കൂളിലെ പ്രൈമറി വിഭാഗത്തിന് ന്യൂനപക്ഷ പദവി സംബന്ധിച്ച സർട്ടിഫിക്കറ്റ് ഇല്ലെന്നും സ്കൂൾ നിലനിൽക്കുന്ന ഭൂമി ലീസിനെടുത്തത് ഒരു വ്യക്തിയുടെ പേരിലും എന്നാൽ സ്കൂൾ നടത്തുന്നത് മറ്റൊരു മാനേജ്മെന്റാണെന്നും സർക്കാർ വ്യക്തമാക്കുന്നു. ഏറ്റെടുക്കൽ നടപടിയുടെ ആദ്യഘട്ടമായി സ്കൂളിൽ അഡ്മിനിസ്ട്രേറ്ററെ നിയമിച്ചിരിക്കുകയാണ് സർക്കാർ. ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ് ഓഫീസറെ സ്കൂളിന്റെ അഡ്മിനിസ്ട്രേറ്ററായി സർക്കാർ നിയമിച്ചിട്ടുമുണ്ട്. ICSE പ്രൈമറി വിഭാഗങ്ങൾ ഉൾപ്പെടെ സ്കൂളിലെ എല്ലാ വിഭാഗങ്ങളുടെയും പ്രവർത്തനം ഇനി സർക്കാരിന്റെ നിയന്ത്രണത്തിലാകും. ഭരണം സർക്കാർ ഏറ്റെടുത്തതോടെ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ സ്കൂളിലേക്കുള്ള പുതിയ അഡ്മിഷനുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നിലവിലുള്ള 10,000-ഓളം വിദ്യാർത്ഥികളെ ഇത് ബാധിക്കില്ലെന്നും സർക്കാർ വ്യക്തമാക്കുന്നു. 10ാം ക്ലാസ് 12ാം ക്ലാസ് പൊതുപരീക്ഷകൾ മറ്റു വാർഷിക പരീക്ഷകൾ എന്നിവയെല്ലാം അടുത്ത സാഹചര്യത്തിൽ സ്കൂളിലെ ഈ മാറ്റം വിദ്യാർത്ഥികളിലും അധ്യാപകരിലും രക്ഷിതാക്കളിലും വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. സ്കൂൾ ഗേറ്റിലും ക്യാമ്പസിനകത്തും പോലീസിനെ വിന്യസിച്ചത് കുട്ടികളിൽ ഭയം സൃഷ്ടിക്കുമെന്ന് രക്ഷിതാക്കൾ ആശങ്ക അറിയിച്ചു. തങ്ങളുടെ ജോലി സംബന്ധിച്ച് അധ്യാപകരും ആശങ്കയിലാണ്. എന്നാൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നാണ് ഗുജറാത്ത് സർക്കാർ ഇതിനോട് പ്രതികരിച്ചത്. പൊതുപരീക്ഷകൾ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ ഹാൾ ടിക്കറ്റ്, രജിസ്ട്രേഷൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് മുടക്കമൊന്നും ഉണ്ടാകില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഉറപ്പു നൽകുന്നു. നിലവിലുള്ള അധ്യാപകർക്ക് ജോലിയിൽ തുടരുന്നതിന് തടസ്സമുണ്ടാകില്ലെന്നും എന്നാൽ ഫീസ് പിരിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി സർക്കാർ മേൽനോട്ടത്തിലായിരിക്കും നടക്കുക എന്നും വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കുന്നു. അധ്യാപകർക്ക് ശമ്പളം നൽകുന്നതും ഇനി സർക്കാരായിരിക്കും.